ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിനകത്ത് ആ ഒരു കണ്ടന്റ് വരെ നോക്കാം. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മുതൽ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ സെൻസ് നോളജിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു വിറ്റ്നസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതൊക്കെ വെച്ച് നമുക്കുണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ജനറലായിട്ടൊരു അവയർനെസ്സോ അല്ലെങ്കിൽ ജനറലായിട്ടൊരു നോളജോ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വിഭിന്നമായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം താഴോട്ട് വേറെ കാര്യങ്ങളൊക്കെ പഠിക്കും. The social cause behind all personal problems can be identified through sociological imagination. Sociological imagination helps us to understand how social structures influence our lives and that of others. Sociological imagination enables individuals to move beyond their life situations and view their experience and personal problems in the context of broader social structure. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ the social cause behind all the personal problems can be identified through sociological imagination. നമ്മുടെ എല്ലാവരുടെയും ആ ഒരു പേഴ്സണൽ പ്രോബ്ലംസ് നമുക്ക് ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി കണ്ടെത്താൻ പറ്റും. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സോഷ്യൽ കോസസ് എന്തൊക്കെയാണ്, സാമൂഹികപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു പേഴ്സണൽ പ്രോബ്ലംസിനെ എന്ത് ചെയ്യണം, ഒരു വലിയ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീക്ഷിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് വരുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രോഡ് ആൻഡ് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ് ബ്രോഡൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവരിവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആ ഇമേജ് എന്താണ്, ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾ കിടക്കുന്നത്, 2 പേര് വരുന്നു, കുറേ പേര് നോക്കിയിരിക്കുന്നു, കുറേ പേര് മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ റിവീൽസ് ദാറ്റ് ദർ ആർ മെനി അതർ ഫാക്ടേഴ്സ് റിസൾട്ടിങ് ഇൻ റോഡ് ആക്സിഡൻറ്റ്സ്. ഫോർ ഇൻസ്റ്റൻസ്, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ്, ഓവർ ക്രൗഡിംഗ് ഓഫ് വെഹിക്കിൾസ്, ലിമിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഫെയിലിയർ ഓഫ് ലീഗൽ സിസ്റ്റം, അൺസയൻറ്റിഫിക് വേ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പെർസ്പെക്റ്റീവ് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു നമ്മുടെ ഒരു കോമൺ സെൻസ് നോളജ്, ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ കെയർലെസ്നെസ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മ കാരണമായിരിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റിയത് എന്നാണ് നമ്മുടെ ഒരു വീക്ഷണം, സാധാഗതിയിലുള്ള വീക്ഷണം. പക്ഷേ ഈ ആക്സിഡൻറ്റിന് കാരണമാകുന്ന ഒരുപാട് മറ്റ് ഒരു കാര്യങ്ങൾ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം, അല്ലെങ്കിൽ എന്താണ് വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്ന ആ ഒരു ഓവർ ക്രൗഡിങ് വഴി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ വഴി, ആ ഒരു ലീഗൽ സിസ്റ്റം നിയമ സംവിധാനത്തിൻ്റെ ഒരു ഫെയിലുവർ വഴി, അല്ലെങ്കിൽ ആ ഒരു റോഡുകളുടെയും ഒക്കെ ആ ഒരു കൺസ്ട്രക്ഷൻ ഒരു ശരിയായ രീതിയിലാകാത്തത് വഴിയൊക്കെ ആക്സിഡൻറ്റിന് സാധ്യത ഉണ്ട്. അപ്പോൾ കെയർലെസ്നെസ് മാത്രമല്ല ആക്സിഡൻറ്റിന് സാധ്യത. അപ്പോൾ ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴിയാണ് നമുക്ക് അത്രയും ഫാക്ടേഴ്സ് റിവീൽ ആവുന്നത്. അത് നമ്മളൊരു ബ്രോഡൻ ലെവലിൽ നോക്കിയാണ് എന്തൊക്കെയാവാം ഈ ഒരു സാമൂഹ്യപരമായ കാരണങ്ങൾ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനായിട്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു ബ്രോഡൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. മറിച്ച് നമ്മുടെ കോമൺ സെൻസ് നോളജ് വെച്ചാണെങ്കിൽ ഒരു പരിധിവരെ ഉള്ള ആൾക്കാർക്കും അവരുടെ മനസ്സിലേക്ക് വരിക എന്താണ്, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കെയർലെസ്നെസ് കാരണമായിരിക്കും, ശ്രദ്ധക്കുറവ് കാരണമായിരിക്കും എന്നുള്ളൊരു സെൻസാണ് വരിക. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ വലിയ ബ്രോഡൻഡ് ആയ ലെവലിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കും. Sociological imagination helps to identify how other social factors influence individual problems and thus broaden the individual's perspective. അപ്പോൾ നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന വഴി സോഷ്യൽ ഫാക്ടേഴ്സ്, ആ ഒരു സാമൂഹ്യപരമായ ഘടകങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുമൂലം നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവും ബ്രോഡൻ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രോബ്ലം കാണുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അതിന് സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്, നമുക്ക് ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഡെപ്തിൽ, കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 2017 മുതൽ 23 വരെ ജെൻഡർ ബേസിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം എന്താണ് ആ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ മെയിൽസിൻ്റെ എപ്പോഴും 75 എബോവ് ആയിട്ടൊക്കെ നിൽക്കുന്നു. 2019 മാത്രമാണ് 74.9 ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഇടിവ് വന്നത്. ഫീമെയിൽസിന് നോക്കുകയാണെങ്കിലും ഗ്രോ ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇത് 31.6 ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ പ്രകാരം ആ ഒരു വിമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ ബേസ്ഡ് ആ ഒരു ലേബർ പാർട്ടിസിപ്പേഷനാണ് കാണിക്കുന്നത് 2017 മുതൽ 23 വരെ.
Labor force participation is a major factor influencing the economic development of a region. Notice the gap between labor force participation rate of men and women in different years. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്ത് വേണം, അവിടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എന്താണ് തൊഴിലാളികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ആ ഒരു മെയിൽ ഫീമെയിൽ ഗ്യാപ്പ് നമുക്ക് അല്ലെങ്കിൽ മെൻ വിമൻ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് 31.6% ആണ് ഫീമെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത് ലേബർ പാർട്ടിസിപ്പേഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ 77.4% മെയിൽസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു എന്താണ് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. The common sense knowledge is that women are not coming forward for workforce. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ജനറൽ ഒരു കോമൺ സെൻസ് നോളജ് വരും. എന്താണ് വിമൻ ജോലി ചെയ്യാൻ വരാത്തതുകൊണ്ടാണ് ഈ സംഭവം കുറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു വർക്ക് ഫോഴ്സിലേക്ക് വിമൻ്റെ റേറ്റ് ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കോമൺ സെൻസ് നോളജ് വഴി കിട്ടുന്നത്. കോമൺ സെൻസ് നോളജ് എപ്പോഴും നമുക്കൊരു ചെറിയ സ്റ്റീരിയോ ടൈപ്പ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ് സംഭവിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞ റോഡ് ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്താണ്, ആ ഒരു കൈൻഡ് ഓഫ് കെയർലെസ്നെസ് കാരണമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു വിമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയുന്നത് എന്താണ്, അവർ കൂടുതൽ വർക്ക് ഫോഴ്സിലേക്ക് വരാത്തത് കൊണ്ടാണ്. ഇപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്പ് us to think that there are other factors behind the decline on the number of women in the workforce. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി തിങ്ക് ചെയ്യുമ്പോഴാണ് എന്തൊക്കെ മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം വിമൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. When we examine the reason behind the decrease in the number of women in the workforce, we can find that there are many social factors related to gender status. അപ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വിമൻ്റെ വർക്ക് ഫോഴ്സ് റേറ്റ് കുറയുന്നത് സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. Some societies expect men to be responsible for providing for the entire family, while women are to remain at home and the caretaker of the family. അപ്പോൾ ചില സൊസൈറ്റീസൊക്കെ ചിന്തിക്കുന്നത് എന്താണ്, മെൻ അതല്ലെങ്കിൽ പുരുഷന്മാരെന്ത് ചെയ്യണം, ആ ഒരു ഫാമിലിയെ ഫീഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം മെൻ്റേതാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമൻ എന്താണ്, ആ ഒരു വീടുകളിൽ നിന്ന് ആ ഫാമിലി കെയർടേക്ക് ചെയ്യുക എന്നുള്ള ജോലിയാണെന്നും ചിന്തിക്കുന്നുണ്ട്. അത് ചില സൊസൈറ്റീസിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ദിസ് ഈസ് എ ജെൻഡർ നോം ആൻഡ് ലിമിറ്റ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ. അപ്പോൾ ഈ ഒരു ജെൻഡർ നോം കാരണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം കാരണം എന്ത് ചെയ്യാണ്, പല സൊസൈറ്റീസിലും ആ ഒരു വിമണിന് ആ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്യൂ ടു ദിസ് വിമൻ ആർ നോട്ട് ഏബിൾ ടു എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ജോബ്സ്. അപ്പോൾ ഇത് കാരണം പല വിമൻസിനും ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പാദ്യം നേടാൻ പറ്റുന്ന ജോലികളിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഓഫ് വിമൻ. അപ്പോൾ ഇതുവഴി എന്ത് സംഭവിക്കുന്നു, വിമന് ഒരു എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഉണ്ടാകുന്നു. ഇൻ സം സൊസൈറ്റീസ് ബോയ്സ് ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ദാൻ ഗേൾസ്. ദിസ് റിസൾട്ട് ഇൻ ദ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഓഫ് വിമൻ ആൻഡ് ലോവർ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ചില സൊസൈറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ മെയിൽ ചൈൽഡിന് അല്ലെങ്കിൽ ബോയ്ക്ക് കൂടുതൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ട്, വിമന് അല്ലെങ്കിൽ ഗേൾ ചൈൽഡിന് അത്രയും കൊടുക്കുന്നില്ല. അപ്പോൾ അതുവഴി ആ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്സും എക്കണോമിക് ബാക്ക്വേർഡ്നെസ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, അതുപോലെ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്സും വിമന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേബർ ഫോഴ്സിലെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിരുന്നു. We can trace various cultural, economic and educational factors behind the gender status gap in labor force participation among women using the concept of sociological imagination. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പക്ഷേ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ആ ഒരു ജെൻഡർ ഗ്യാപ്പ് വരുന്നതിലുള്ള ആ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ലേബർ ഫോഴ്സിൽ ആ ജെൻഡർ ഗ്യാപ്പ് വരുന്നതിലുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. കൾച്ചറൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. Sociological imagination helps to identify the relationship between individual problems and social issues. It also helps in gaining deeper understanding of the social issues. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ആ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം സോഷ്യൽ ഇഷ്യൂവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, സാമൂഹ്യ പ്രശ്നവും ആ ഒരു വ്യക്തിയുടെ പ്രോബ്ലങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി നമുക്ക് ഡീപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എനേബിൾസ് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഇഷാൻ്റെ ഒരു സ്കൂൾ റിയൂണിയനിൽ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഇഷാനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത്, ആ ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ ഇഷാൻ റിയലൈസ് ദിസ് വെൻ ഹി ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ദിസ് ഡിസിഷൻ. സെൽഫ് റിഫ്ലെക്സിവിറ്റി ഇൻ ദ സ്കിൽ ഓഫ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ആക്ഷൻ. ഇഷാൻ റിയലൈസ് ദിസ് അപ്പോൺ സെൽഫ് റിഫ്ലക്ഷൻ. Apart from understanding the social factors behind individual problems, sociological imagination helps to realize more about oneself and exercise self-reflection.
അപ്പോൾ ഇവിടെ ഇഷാൻ്റെ കേസിലെ കണക്ക് നമുക്ക് ആ ഒരു സെൽഫ് റിഫ്ലക്ഷനും കാരണമാകുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ് പറ്റുന്നത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി പറ്റും. അതായത് സമൂഹത്തിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സിന് പുറമേ ആ ഒരു വൺ സെൽഫ്, ആ ഒരു നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. Self-reflection enables us to identify the social causes behind individual problems. This allows for broader understanding by moving away from the confines of common sense knowledge. In this way, sociological imagination is beneficial at both individual and societal level. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലംസിൻ്റെ പിറകിലുള്ള സോഷ്യൽ കോസസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് കോമൺ സെൻസ് നോളജ് വഴി അത് മനസ്സിലാക്കിയെടുക്കുന്നതിലൂടെ കോമൺ സെൻസ് നോളജിൻ്റെ അടുത്ത് നിന്ന്, അതായത് ആ സ്റ്റീരിയോ ടൈപ്പുകളായ കോമൺ സെൻസ് നോളജിൻ്റെ അടുത്ത് നമുക്ക് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിലോട്ട് നമുക്കൊരു സൊസൈറ്റിയൽ ലെവലിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിലും സൊസൈറ്റിയൽ ലെവലിലും ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ബ്രോഡർ സെൻസിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ പോയിൻ്റ് ഡെവലപ്സ് എംപതി ആൻഡ് ടോളറൻസ്. അപ്പോൾ നാളത്തെ എന്താണ് ഡെവലപ്സ് എംപതി ആൻഡ് ടോളറൻസ്. Imagine that a child in your class consistently gets lower scores and is not active in studies. What are the possible conclusions you would reach when you think about the reason for this based on common sense knowledge? അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയെ സങ്കല്പിക്കുക, അവനോ അവളോ എന്തായാലും ഹി ഓർ ഷീ മാർക്ക് മേടിക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും മാർക്ക് കുറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കൺക്ലൂഷനായിരിക്കും നമ്മുടെ കോമൺ സെൻസ് നോളജ് വെച്ച് നമ്മളെത്തുക? ഒന്ന്, മേ ബി അവൻ ലേസി ആയിരിക്കും, അവൻ മടിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് മേ ബി പഠിക്കാൻ നമുക്ക് അത്രയും കഴിവില്ല എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് കോമൺ സെൻസ് നോളജ് വഴി. പക്ഷേ നമുക്ക് ആ വേറെ ഫാക്ടേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സും അവനെ പഠിക്കാൻ അത്രയ്ക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാത്തതിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവന് റിസോഴ്സസ്, അല്ലെങ്കിൽ ആ ഒരു പഠിക്കാൻ വേണ്ട ടെക്സ്റ്റ് ബുക്ക് സംഭവങ്ങൾ, അതിനോടുള്ള അവൈലബിലിറ്റി കുറവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കാണാം. അപ്പോൾ ആ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് നമുക്ക് ആ ഒരു ചൈൽഡിൻ്റെ ലേണിങ്ങിലും ബിഹേവിയറിലും എല്ലാം ഒരു സോഷ്യൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന അപ്രോച്ചിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ. When you approach the problem in this manner, you will develop empathy towards the child and will be able to provide support and encouragement. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ ഈ ഒരു കണ്ണിലൂടെ നോക്കി കാണുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ആ ഒരു കുട്ടിയോട് എമ്പതിയും അതുപോലെ തന്നെ അവരൊരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഒക്കെ സാധിക്കും. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ കോണ്ടക്സ്റ്റ് ബിഹൈൻഡ് എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്, individuals can approach them from diverse perspectives. Empathy and tolerance can be developed through this. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് എമ്പതി, ടോളറൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അഞ്ചാമത്തത് ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അപ്പോൾ നാലാമത്തെ എന്താണ്, എമ്പതിയും ടോളറൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. For critical thinking enabled Priya to recognize that most migrants faced similar problems like hers. She was also able to find that other social factors also influence individual problems. Hence, Priya was able to improve her circumstances and supports others. In this way, critical thinking based on sociological imagination helps individuals to understand how various social factors influence their lives. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്കൊരു ഗുണമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കോമൺ സെൻസ് നോളജ് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സ്റ്റീരിയോ ടൈപ്പ് ആൻസേഴ്സ് അറിയും കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു പ്രോബ്ലത്തിനെ ആയിരിക്കില്ല ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കോസിനെ ആയിരിക്കില്ല ഫേസ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണ് അതിന് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആൻസർ, അത് വെച്ചായിരിക്കും നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക. അപ്പോൾ അത് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റ് കോസസ് കണ്ടുപിടിച്ച് ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി എന്തൊക്കെ സാധ്യതകളുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി സാധിക്കും. ആറാമത്തത് ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോർംസ്. Sociological imagination also helps to understand the influence of social institutions like family, educational institution and financial institution on individual choices and their consequences. ഇപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഒരു വ്യക്തിയിൽ അവൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവൻ്റെ പഠിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ വെച്ച് നടത്തുന്നത് അതൊക്കെ അവന് കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോഷ്യൽ ഫാക്ടേഴ്സ് ക്യാൻ ബി സീൻ behind every individual problem. Approaching only through common sense knowledge will not help developing a social perspective. Social factors behind individual problems need to be identified. We should be able to analyze individual and social problems by looking beyond common sense knowledge. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ സോഷ്യൽ ഫാക്ടേഴ്സിനെ കോമൺ സെൻസ് നോളജ് വെച്ച് മാത്രം നോക്കിക്കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്ന ആ ലെവലിൽ നമ്മൾ കൂടുതൽ ബിയോണ്ടായിട്ട്, കൂടുതൽ അപ്പുറത്ത് കടന്ന് ചിന്തിക്കേണ്ടതുണ്ട്. The sociological imagination enables to see individual problems as a social problem rather than mere personal failures. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ആ ഒരു പ്രോബ്ലത്തെ ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന ലെവലിൽ നിന്ന് മാറ്റി ഒരു സോഷ്യൽ പ്രോബ്ലമായിട്ട് നമുക്ക് കാണാനും, അത് പേഴ്സണൽ ഫെയിലിയർ ആണെന്ന് ഉള്ള ചിന്ത മാറ്റി ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം ഇൻഫ്ലുവൻസ് ചെയ്തു വന്ന ഒരു പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. The reason behind various social problems can be grasped ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് പിറകിലുള്ള ഒരുപാട് റീസൺസിനെ നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. This increases the possibility of intervention in problem solving and will help in formulating more effective social policies. Thus, sociological imagination helps to formulate social policies and strive for social change. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസിൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിലേക്ക് കൂടുതൽ നമുക്ക് സഹായകമാകുകയും അതുപോലെ തന്നെ സോഷ്യൽ പോളിസീസ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും സാധിക്കുന്നു. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി ഒരു പരിധി വരെ നമുക്ക് സോഷ്യൽ പ്രോബ്ലംസ് എങ്ങനെയാണ്, എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും, അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ അതിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താനും അതിൽ നിന്നൊക്കെ മാറി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്നിരിക്കും. പക്ഷേ കോമൺ സെൻസ് നോളജ് വെച്ച് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. കാരണം നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പ് ആൻസേഴ്സാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് മാത്രമാണെന്ന് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ശ്രദ്ധക്കുറവ് മാറ്റാനുള്ള നടപടികൾ മാത്രമായിരിക്കും എടുക്കുന്നത്. പക്ഷേ അതിന് കാരണമാകുന്ന ഒരുപാട് കാരണങ്ങൾ ബാക്കിലുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ. ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോമൺ സെൻസ് നോളജ് വെച്ച് ചിന്തിച്ചാൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് വരുന്ന ആ ഒരു ഒറ്റ പ്രോബ്ലത്തിന് മാത്രമായിരിക്കും സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ അത് വെച്ച് ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ വലിയ രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ പ്രസക്തി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് broader individual perspective, understanding the social issues in depth, self-reflection, empathy and tolerance, critical thinking to question negative social norms. Common sense knowledge and sociological imagination. Sociology seeks its knowledge beyond common sense knowledge. Sociological inquiry helps in understanding and explaining common sense knowledge. Common sense knowledge and sociological imagination are different ways of understanding society around us. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും കോമൺ സെൻസ് നോളജ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഈ സോഷ്യോളജിക്കൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന അപ്രോച്ച് ആയാലും ശരി, കോമൺ സെൻസ് നോളജ് ആയാലും ശരി, ഇതൊക്കെ നമ്മളെ ചുറ്റുമുള്ള സൊസൈറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ദീസ് ആർ ഇൻ്റർ റിലേറ്റഡ് ബട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഐഡിയാസ് ഓഫ് സോഷ്യോളജി. ഇതൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ്, പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡിയാസാണ്. സോഷ്യോളജിയിൽ തന്നെ, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖയിൽ തന്നെ വ്യത്യസ്തമായ ഐഡിയോളജികളാണ് ഈ ഒരു സോഷ്യോളജിക്കലി, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഐഡിയാസാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും അതുപോലെ തന്നെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ കണക്ട് ചെയ്ത് പരസ്പരം ഇൻ്റർ റിലേറ്റ് ചെയ്ത് ഇരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഇത് രണ്ടും വ്യത്യസ്ത ഐഡിയാസാണ്. By integrating these two ideas, individual can engage critically with society and avoid viewpoints based on common sense. അപ്പോൾ ഈ രണ്ട് ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു സൊസൈറ്റിയെ വിലയിരുത്തണം. അല്ലാതെ കോമൺ സെൻസ് നോളജ് വെച്ച് മാത്രം വിലയിരുത്തൽ, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് വെച്ച് മാത്രം വിലയിരുത്തരുത്.
Consequently, individuals develop the ability to differentiate the complexities of social realities, social behavior and social problems. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എബിലിറ്റി കിട്ടും. അതായത് സോഷ്യൽ റിയാലിറ്റീസ്, സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ പ്രോബ്ലംസിൻ്റെയൊക്കെ കോംപ്ലക്സിറ്റീസൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ പ്രോബ്ലംസൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. കോമൺ സെൻസ് നോളജിൽ എന്താണ്? ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ ആ ഒരു പേഴ്സണൽ വ്യൂസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് കോമൺ സെൻസ് നോളജിൽ വരുന്നതെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ബ്രോഡാണ്. അതായത് ആ ഒരു വലിയ സോഷ്യൽ സ്ട്രക്ചറിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. രണ്ടാമത് ഓഫൺ പ്രൊവൈഡ്സ് ഓൺലി സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്റ്റീരിയോടൈപ്സ്. നമ്മൾ കുറി പറഞ്ഞ പോയിൻ്റാണ് എന്താണ് സ്റ്റീരിയോടൈപ്പിക്കൽ ആൻസേഴ്സാണ് നമുക്ക് പലപ്പോഴും കോമൺ സെൻസ് വഴി കിട്ടുന്നത്. അടുത്ത സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ എങ്ങനെയാണ്? അനലൈസ് ഡീപ്ലി ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ. എന്തൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് വഴിയാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി കണ്ടെത്തുന്നത്. സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആർ നോട്ട് അപ്രോച്ച് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. കോമൺ സെൻസ് നോളജിൽ എന്തില്ല, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വഴിയല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. മറിച്ച് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വരുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ആ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു പവർഫുൾ ടൂളാണ്. എന്തിനാണ് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സാമൂഹിക ജീവിതമൊക്കെ പരിപോഷിപ്പിക്കാനൊക്കെ സഹായകമാകുന്ന ഒരു വലിയൊരു ടൂളാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.